എടാ ഒരു കാര്യം കൂടെ ഇതിൽ പറയാനുള്ള എന്താ വെച്ചാൽ യെസ് ഹോണറേറിയം. എടാ വാട്ട് ഈസ് ഹോണറേറിയം? ഹോണറേറിയം എന്താ? എങ്ങനെ? ഇപ്പോൾ എൻ്റെ ട്രസ്റ്റിലുള്ള അക്കൗണ്ടൻ്റാണ് മറ്റേ എന്താ പറയുക ചിക്കു. അപ്പോൾ ചിക്കുവിന് ഞാൻ സാലറി കൊടുക്കും. ഓക്കെ എടാ ചിക്കുവിന് സാലറി കൊടുക്കും. അപ്പോൾ എന്താ പറയുക ചിക്കു വർക്ക് ചെയ്യുമ്പോൾ സാലറി കൊടുക്കും. ഓക്കെ അപ്പോൾ ഈ ട്രസ്റ്റ് എന്ത് ചെയ്തു? നാട്ടിലുള്ള യുവാക്കൾക്കൊക്കെ വേണ്ടി വഴി തെറ്റുന്ന യുവത്വം എന്നൊരു സെമിനാർ നടത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ പാർത്ഥിവ് MSc B.Ed വിളിച്ചു. അപ്പോൾ പാർത്ഥിവ് വന്നിട്ട് ഇതേപോലെ മദ്യം പാടില്ല, അതുപോലെ തന്നെ വേറെ മറ്റേ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്പീച്ചൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് പോയപ്പോൾ പാർത്ഥിവിന് ഒരു ഐസ്ക്രീം കൊടുത്തു, അതേപോലെ തന്നെ ഒരു 2000 രൂപയും കൊടുത്തു. ഈ 2000 രൂപ എന്താണ് ട്രസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ? പാർത്ഥിവ് ഈസ് ദ എംപ്ലോയി ആണോ? അല്ല. പാർത്ഥിവ് ഒരു എംപ്ലോയി അല്ലാത്ത ഒരാൾ നമുക്കൊരു സർവീസ് ചെയ്ത് തന്നിട്ട് അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നൊരു എമൗണ്ട് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് എന്ത്? ഹോണറേറിയം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സ്ക്രിപ്ഷൻ. എടാ സബ്സ്ക്രിപ്ഷൻ ഈ യെല്ലോ ബോക്സിലിട്ട സാധനം ഒന്ന് വായിച്ചേ. നമുക്കേ 1000 മെമ്പേഴ്സ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ 600 പെർ ഇയർ ആണ്. ഓക്കെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ 900 മെമ്പേഴ്സ് ഓൺലി. എടാ മറ്റേ 100 മെമ്പേഴ്സേ നിങ്ങളെ സ്വഭാവമാണ്, പൈസ തന്നിട്ടില്ല. ഓക്കെ 20 മെമ്പേഴ്സ് പെയ്ഡ് ദെയർ നെക്സ്റ്റ് ഇയർ സബ്സ്ക്രിപ്ഷൻ ഇൻ അഡ്വാൻസ്. ഷോ ഡ്രാഫ്റ്റ് പ്രസൻറ്റേഷൻ ഇൻ R&P I&D ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നിങ്ങളോടേ ഇത് പ്രകാരം R&P I&Dയിലുള്ള പ്രസൻറ്റേഷൻ കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്ക്, നമുക്ക് എത്രയാണ്? എടാ ലിസൺ വെരി കെയർഫുള്ളി. നമുക്ക് എത്ര സബ്സ്ക്രിപ്ഷനാണ് കിട്ടേണ്ടത്? എത്ര ആൾക്കാരുള്ളത്? 1000. 600 രൂപ ഒരു സബ്സ്ക്രിപ്ഷൻ തരണ്ടേ? സോ വാട്ട് ഈസ് ദ സബ്സ്ക്രിപ്ഷൻ അക്രൂഡ്? ഒരു വർഷം അക്രൂ ആണ് സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? 1000 × 600 6 lakh. ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും. അപ്പോൾ ഈ അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എവിടെ കാണിക്കണം? I&Dയിൽ. എടാ അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എവിടെ കാണിക്കണം? I&Dയിൽ ഇൻകം ആയിട്ട് കാണിക്കണം. ശരിയല്ലേ? ഇനി വാട്ട് ഈസ് ദ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്? ഇതിന് 900 ആൾക്കാരെ പൈസ കിട്ടിയില്ലേ? എടാ കിട്ടിയില്ലേ? 900 × 600 അപ്പോൾ എത്രയാണ്? 5,40,000. പിന്നെ 20 മെമ്പേഴ്സ് അവരുടെ അഡ്വാൻസ് തന്നില്ലേ? അപ്പോൾ എന്താ ഉണ്ടാവുക? 20 × 600 അപ്പോൾ എത്ര വരിക? 12,000. എടാ അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്? 5,52,000. ഇനി ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനി എത്ര കിട്ടാണ്ട്? പറഞ്ഞേ. 1000 മെമ്പേഴ്സിൽ 900 കിട്ടിയുള്ളൂ. അപ്പോൾ ഇനി എത്ര പേരെ കയ്യിൽ നിന്ന് കിട്ടാണ്ട്? 100 പേരെ കയ്യിൽ നിന്ന് 600 രൂപ വെച്ചിട്ട് 60,000 കിട്ടാനില്ലേ? ഈ 60,000 പറയുന്ന പേരാണ് എന്താ അറിയോ? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്. എന്താ പറയുക? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ. അപ്പോൾ കിട്ടാനായിട്ട് കിട്ടാത്ത സബ്സ്ക്രിപ്ഷൻ ഇത് അസറ്റ് ആണോ ലാബിലിറ്റി ആണോ? അസറ്റ് ആണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കണം നമ്മൾ? എടാ എവിടെ കാണിക്കണം നമ്മൾ? അസറ്റ് സൈഡിൽ കാണിക്കണം. എടാ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡ് കാണിക്കണം കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. എടാ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ മനസ്സിലായോ? ഇനി അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് എത്ര സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്? 20 മെമ്പേഴ്സ് അവരുടെ സബ്സ്ക്രിപ്ഷൻ നേരത്തെ തന്നു അല്ലേ? 20 മെമ്പേഴ്സ് നേരത്തെ തന്നു. അപ്പോൾ എത്ര എമൗണ്ട് ഉണ്ടാവുക? 20 × 600 എത്ര? 12,000. ഇത് നമുക്ക് എന്താണ്? കിട്ടാനായി കിട്ടിയിട്ടില്ല, കിട്ടാനാവാതെ കിട്ടിയതാണോ? കിട്ടാനായിട്ട് കിട്ടിയതാണോ? കിട്ടാനാവാതെ കിട്ടിയത്. ഇറ്റ് ഈസ് ലൈക്ക് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മുടെ അസറ്റ് ആണോ ലാബിലിറ്റി ആണോ? ലാബിലിറ്റി. അപ്പോൾ നമ്മളിവിടെ ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യുക? പ്രസൻറ്റ് ചെയ്യുക. ഇനി നോക്കിട്ടോ, കണ്ടിന്യൂ ഇൻ എക്സാമ്പിൾ 1 നോക്കിട്ടോ. എടാ എക്സാമ്പിൾ 2 പറഞ്ഞാൽ എക്സാമ്പിൾ 1ൻ്റെ കണ്ടിന്യൂഷനാണ്. എക്സാമ്പിൾ 1ൻ്റെ കണ്ടിന്യൂഷനിലെ ഇയർ 2 ആണ്. പെൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഇയർ 1ത്തെ പെൻഡിങ് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തു. എത്ര ഇയർ 1ത്തെ പെൻഡിങ് സബ്സ്ക്രിപ്ഷൻ? ശ്രദ്ധിക്ക്, ഇയർ 1ത്തെ പെൻഡിങ് സബ്സ്ക്രിപ്ഷൻ എത്ര? 60,000. കാരണം ഇയർ 1 എടാ പറയുന്ന കാര്യം ശ്രദ്ധിക്ക്, 1000 മെമ്പേഴ്സിൽ 900 മെമ്പേഴ്സ് അല്ലേ പൈസ തന്നിട്ടുള്ളൂ. അപ്പോൾ എത്ര മെമ്പേഴ്സ് പൈസ തന്നിട്ടില്ല? 100 മെമ്പേഴ്സ്. അപ്പോൾ ആ പൈസ 100 × 600 നമുക്ക് എന്ത് ചെയ്തു? ഇയർ 1ത്തെ പെൻഡിങ് സബ്സ്ക്രിപ്ഷൻ കിട്ടി. 950 മെമ്പേഴ്സ് എന്ത് ചെയ്തു? കറണ്ട് ഇയർ സബ്സ്ക്രിപ്ഷൻ പേ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇയർ 2ത്തെ സബ്സ്ക്രിപ്ഷൻ എത്ര ആൾക്കാർ പേ ചെയ്തു? 950 മെമ്പേഴ്സ്. 50 മെമ്പേഴ്സ് അടുത്ത കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്തു? പേ ചെയ്തു. അടുത്ത കൊല്ലത്തെ ഏത്? ഇയർ 3ത്തത് ഇയർ 2ൽ എന്ത് ചെയ്തു? പേ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു I&Dയിലോട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ന് പറഞ്ഞത്? വാട്ട് ഈസ് ദ സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു I&D? പെട്ടെന്ന് പറ. 6 lakh. കാരണം I&Dയിൽ നമ്മൾ എപ്പോഴും കാണിക്കേണ്ട എന്താ? സബ്സ്ക്രിപ്ഷൻ അക്രൂഡ്. ഓരോ വർഷവും നമുക്ക് കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ എത്ര? 1000 × 600. എടാ ശരിയല്ലേ? ദാറ്റ് ഈസ് 6 lakh. 1000 × 600 6 lakh. എടാ റെഡി അല്ലേ? ഇനി നെക്സ്റ്റ് R&Pയിൽ കാണിക്കുന്ന സബ്സ്ക്രിപ്ഷൻ എത്ര കിട്ടിയത്? അപ്പോൾ എത്ര കിട്ടിയത്? ഒന്ന് അടിച്ചു നോക്കിയിട്ട് പറഞ്ഞേ പെട്ടെന്ന്. കിട്ടിയത് എത്ര? ടെൽ മീ ഹൗ മച്ച്?
നോക്കട്ടോ. എടാ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തിട്ട് എന്താണ് എടാ? ഓക്കെ, ഓൺലൈൻ പീപ്പിൾ നോക്കിയേ. ഈ ഫസ്റ്റ് ഒരു വർക്കൗട്ട് വന്നിട്ട് അഹങ്കാരം കൂടിയിട്ട് വരാവുന്ന ആളല്ലേ? അശ്വിനോ? അവന് അടുത്ത മിനിറ്റ് ഫെയിൽ പാസ്സാകാൻ പോണേ. നിങ്ങളാരെയല്ല, സീൻ വേറെയാണ്. അവരോ? എടാ നോക്കി സെക്കൻഡ് ഇയറിൽ ഇങ്ങോട്ട് വെച്ചാ താങ്ക്സ്. എടാ നോക്ക്, സബ്സ്ക്രിപ്ഷൻ നോക്ക്, സംസാരിക്കല്ലേ പ്ലീസ്. എടാ ഇതിലേ ഈ സബ്സ്ക്രിപ്ഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ, എടാ മക്കളെ നോക്ക്, സബ്സ്ക്രിപ്ഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ ഹാഫ് ദ ബേർഡൻ ഈസ് ഓവർ. ഓക്കെ, ശരിക്കും നോക്ക്. അപ്പോൾ ഇയർ 2 നമ്മളെ അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ എത്ര വരിക? ഇയർ 2 അക്രൂഡ് സബ്സ്ക്രിപ്ഷനും 1000 × 600 6 lakh. കാര്യം ചോദിച്ചോട്ടെ, R&P എത്ര സബ്സ്ക്രിപ്ഷൻ വരിക? R&P വരിക 950 മെമ്പേഴ്സ് തന്നു 600 രൂപ വെച്ചിട്ട്. അപ്പോൾ എത്ര എമൗണ്ട് വരിക? 950 × 600 പറഞ്ഞേ. എടാ എത്രയാണ്? 5,70,000. എടാ 950 × 600 5,70,000. പിന്നെ അതേപോലെ തന്നെ 50 മെമ്പേഴ്സ് നെക്സ്റ്റ് അല്ല കഴിഞ്ഞ കൊല്ലത്തെ അരിയർ കിട്ടിയെന്നല്ലേ പറഞ്ഞേ? കഴിഞ്ഞ കൊല്ലത്തെ അരിയർ എത്ര ഉണ്ടായിരുന്നേ? 60,000. 50 മെമ്പേഴ്സ് അടുത്ത കൊല്ലത്തേക്ക് സബ്സ്ക്രിപ്ഷൻ തന്നില്ലേ? അതും കിട്ടി. അപ്പോൾ 50 × 60,000 30,000. എടാ ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര വരുന്നത്? 6,60,000. R&P വരുന്ന സബ്സ്ക്രിപ്ഷൻ 6,60,000. ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ വരിക? എടാ പാർത്ഥിവനക്ക് R&P വരുന്നത് മനസ്സിലാക്കണോ? R&P വരിക ഈ വർഷം 950 മെമ്പേഴ്സ് 600 രൂപ വെച്ച് തന്നു 570. കഴിഞ്ഞ കൊല്ലം പെൻഡിങ്ങിൽ 60,000 കിട്ടി. ഓക്കെ, പിന്നെ 50 മെമ്പേഴ്സ് അടുത്ത കൊല്ലത്തേക്ക് സബ്സ്ക്രിപ്ഷൻ തന്നു. അപ്പോൾ 50 മെമ്പേഴ്സ് അടുത്ത കൊല്ലത്തേക്ക് തന്നു പറഞ്ഞാൽ എത്ര വരിക? 50 × 600 എത്ര? 30,000. അപ്പോൾ ടോട്ടൽ 660. ഇനി ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ വരിക പറ? അടുത്ത കൊല്ലത്തേക്ക് 50 മെമ്പേഴ്സ് പൈസ തന്നു കഴിഞ്ഞാൽ അത് അഡ്വാൻസ് അല്ലേ? അത് അസറ്റ് ആണോ ലാബിലിറ്റി ആണോ? ലാബിലിറ്റി. ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി ആയിട്ട് കാണിക്കുക. സെറ്റ് അല്ലേ? ഇനി അതുപോലെ തന്നെ അടുത്ത് ഔട്ട്സ്റ്റാൻഡിങ് എത്ര ഉണ്ടാവുക?
950 മെമ്പേഴ്സ് അല്ലേ തന്നിട്ടുള്ളൂ. 950 മെമ്പേഴ്സേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 950 മെമ്പേഴ്സ് 50 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കി 50 ആൾക്കാർ തന്നിട്ടില്ലല്ലോ. അപ്പോൾ എത്ര ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവുക? 30. 50 അല്ല 30. എടാ മണ്ട, ഇയർ 1-ൽ 20 പേര് അഡ്വാൻസ് തന്നിട്ടില്ലേ? ഇയർ 1-ൽ 20 പേര് ഇയർ 2ക്ക് തന്നിട്ടില്ലേ? അവരോട് ഇനി ഇയർ 2-ൽ പോയിട്ട് ചോദിക്കാൻ പറ്റുമോ? ചള്ളടിച്ച് പൊട്ടിക്കും. എടാ മനസ്സിലായില്ലേ? 20 മെമ്പേഴ്സ് ഇയർ 1-ൽ ഇയർ 2-ലോട്ട് അഡ്വാൻസ് തന്നു. അപ്പോൾ 950 മെമ്പറെ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി തരാതെ എത്ര ഉണ്ട്? 50. അതിൽ 20 പേര് ഇയർ 1-ലെ അഡ്വാൻസ് തന്നു. അപ്പോൾ ഇനി എത്ര ആൾക്കാർ നമുക്ക് തരാനുള്ളൂ? 30. 30 പേര് 600 രൂപ വെച്ചിട്ട് 18,000. എടാ 950 മെമ്പേഴ്സാണ് തന്നത്. തരാത്ത എത്ര? 50. 20 മെമ്പേഴ്സേ കഴിഞ്ഞ അവൻ അഡ്വാൻസ് തന്നിട്ടുണ്ട്. 20 മെമ്പേഴ്സ് ഇതാ അഡ്വാൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ശരിക്കും തരാത്ത എത്ര ഉള്ളൂ? 30 പേര്. 30 പേര്. അമിത്, എടാ അത് മനസ്സിലാത്തവരുണ്ടോ? എടാ ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? ഓൺലൈൻ പീപ്പിൾ ഒന്ന് റെസ്പോണ്ട് ചെയ്തരാ പ്ലീസ്. അതെല്ലാവർക്കും തെറ്റാവുന്ന ഒരു തെറ്റാണ്. അതിനാണ് ഞാൻ ഇയർ 1 ഇയർ 2 കണക്റ്റഡ് ആയിട്ട് പറഞ്ഞത്. ഇങ്ങനൊരു എക്സാമ്പിൾ നിങ്ങളെ മെറ്റീരിയൽ പോലും ഇല്ല കേട്ടോ, കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. എടാ ഓക്കെ ആണോ? എടാ ഇത് മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് ഇതൊന്ന് ചെയ്തേ. എക്സാമ്പിൾ 3 എഴുതൊന്നും വേണ്ട, ഇത് നിങ്ങൾക്ക് ഞാൻ തരും. ഇതൊക്കെ ഓൾറെഡി അപ്ലോഡർ കേട്ടോ, നിങ്ങൾ അതിലുണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കിയായിരുന്നു, ആപ്പിലുണ്ട് ഇതൊക്കെ കേട്ടോ. ഒന്ന് ചെയ്യണം, വെറുതെ ജസ്റ്റ് പ്ലസ് മൈനസ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. കഴിഞ്ഞോ? എടാ ഇതിൽ നോക്കണേ, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഈസ് 84,000. നമുക്ക് കിട്ടിയ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 84,000 ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇത് 2023 കേട്ടോ, 2022 3,200 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ വർഷം സബ്സ്ക്രിപ്ഷൻ അല്ലല്ലോ, ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഏതായിരിക്കും? ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് പറയുന്നത് അറിയോ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഈ വർഷത്തതല്ല. അപ്പോൾ അതിന് നമ്മൾ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ലെസ് ചെയ്യണം. ആൻഡ് 1200 ഫോർ 2024 ഇത് അടുത്ത കൊല്ലത്ത് കിട്ടിയതാണ്. അപ്പോൾ ഇതിനെ പറയും നമ്മൾ ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഈ വർഷത്തിൻ്റെ അവസാനം അടുത്ത വർഷത്തിൽ കിട്ടിയ സബ്സ്ക്രിപ്ഷനെ പറയണത് എന്ത്? ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അത് ഈ വർഷത്തേക്കുള്ളതാണോ? അല്ല. അപ്പോൾ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ലെസ് ചെയ്യണം. ദെൻ 6,000 ഈസ് സ്റ്റിൽ റെസീവബിൾ. 6,000 ഇനിയും കിട്ടാനുണ്ട്. അപ്പോൾ അത് കിട്ടാനായി കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അക്രൂഡ് ആണ് ബട്ട് നോട്ട് റിസീവ്ഡ്. ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? എടാ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളെ സബ്സ്ക്രിപ്ഷൻ 5,000 ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 85,600. 85,600. എടാ 85,600. ഇനി ഇതിൻ്റെ ജേണൽ ഞാനൊന്ന് പറഞ്ഞത്. ജേണൽ എടാ ഒരു മിനിറ്റ്. ജേണൽ പറഞ്ഞതിന് മുന്നേ നിങ്ങൾ ഈ ചാർട്ടും ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ്. ഈ 85,600 കണ്ട മനസ്സിലാക്കണോ? 85,600 എന്തെങ്കിലും അറിയാത്തുണ്ടോ? 85,600 ഇട്ടില്ലേ? ബാക്കി ഞാൻ പറഞ്ഞുതരാം. ബാക്കി എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ 2023 അതിന് മുന്നത്തെ ഇയർ ഏതാ?
എടാ ഇത് നല്ല ശ്രദ്ധിക്കണേ. 2022 അതിന് ശേഷമുള്ള ഇയർ ഏതാ? 2024. അപ്പോൾ 2022 ഡലിസൺ 2022 സബ്സ്ക്രിപ്ഷൻ ഒരാൾ തന്നില്ല. അപ്പോൾ 2022 നിങ്ങൾ എന്താ റെക്കോർഡ് ചെയ്യുക? ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. ഇത് അടുത്ത കൊല്ലത്തേക്ക് പോകൂലേ? അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ നമ്മൾ എന്താ പറയുക? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ എന്നും പറയാം. കഴിഞ്ഞ കൊല്ലത്ത് നിന്ന് ഈ വർഷത്തേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഓപ്പണിംഗ്, ഈ വർഷത്തിൽ നിന്ന് അടുത്ത കൊല്ലത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ എന്താണ്? ക്ലോസിങ്. ഇനി ഈ 2022 ഒരാൾ 2023 നമുക്ക് എന്ത് തന്നു അറിയോ? അഡ്വാൻസ് തന്നു. 2022 2023 അഡ്വാൻസ് തന്നു. അപ്പോൾ അസറ്റാ ലാബിലിറ്റിയാ? അസറ്റാ ലാബിലിറ്റിയാ? ഏതാ? ലാബിലിറ്റി അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലത്ത് നിന്ന് ഈ വർഷത്തേക്ക് വന്നതല്ലേ? അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ അറിയോ? ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇനി 2023 ഒരാൾ 2024 അഡ്വാൻസ് തന്നു. അപ്പോൾ അതിനെന്താ വിളിക്കുക അറിയോ? ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഒരു അസറ്റാണ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒരു ലാബിലിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 2023 2024 കിട്ടിയ സാധനങ്ങളൊക്കെ എന്താണ്? ഇനി 2023 അവസാനം 2023 കിട്ടാത്തത് എന്താണ്? 2023 കിട്ടേണ്ട 2023 ഇപ്പോഴും കിട്ടാത്ത സബ്സ്ക്രിപ്ഷൻ വിളിക്കുന്ന പേരാണ് എന്താ അറിയോ? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. എന്താ വിളിക്കുക? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. വി ആർ കോൾ ഇറ്റ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. കേട്ടോ? എടാ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കും. ദെൻ ഇനി ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇതൊരു അസറ്റാണ്, ഇതൊരു ലാബിലിറ്റിയാണ്. അപ്പോൾ ഈ ക്ലോസിംഗ് ഒക്കെ നമ്മൾ ഈ വർഷത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണോ ചെയ്യുക? ക്ലോസ് ചെയ്യുകയാണോ ചെയ്യുക? ക്ലോസിംഗ്. എടാ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനും ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസും നമ്മൾ ഈ വർഷം റെക്കോർഡ് ചെയ്യുകയാണോ ചെയ്യുക? ക്ലോസ് ചെയ്യുകയാണോ ചെയ്യുക? റെക്കോർഡ് ചെയ്യാണ് ചെയ്യുക. ഇനി ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനും ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനും ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസും ഇയർ 2022 റെക്കോർഡ് ചെയ്ത് 2023 വരും. അപ്പോൾ 2023 നിങ്ങൾ എന്താ ചെയ്യുക? ക്ലോസ് ചെയ്യുകയാണോ ചെയ്യുക? റെക്കോർഡ് ചെയ്യുകയാണോ ചെയ്യുക? ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. ഓപ്പണിങ്ങുകളൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞല്ലോ, അത് ഈ വർഷത്തേക്ക് വന്നു. എങ്ങനെ? ബാലൻസ് ഷീറ്റ് വഴി. 2022 ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസും 2022 ഇയർ എൻഡിൽ റെക്കോർഡ് ചെയ്തിട്ട് 2022 ബാലൻസ് ഷീറ്റ് വഴി 2023 വന്നു. അപ്പോൾ അവരെ നമ്മൾ ഓപ്പണിംഗ് വിളിക്കും. ആ ഓപ്പണിങ്ങുകളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്കിന് നമ്മൾ ക്ലോസ് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്കിനെ റെക്കോർഡ് ചെയ്യുമെന്ന് പറയില്ലേ? അതേപോലെ 2023 എൻഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസും. അത് നമ്മൾ എന്താ ചെയ്യുക? ക്ലോസ് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ ചെയ്യുക? ക്ലോസ് ചെയ്യാണ് ചെയ്യുക. റെക്കോർഡ് ചെയ്യാണ് ചെയ്യുക. ക്ലോസിങ്ങുകളൊക്കെ നമ്മൾ ഇത് ഇയർ എൻഡിലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇയർ ബിഗിനിങ്ങത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞുള്ള റെക്കോർഡ് ചെയ്ത് വർഷത്തേക്ക് വന്നതാണ്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ഓപ്പണിങ്ങുകളൊക്കെ ക്ലോസ് ചെയ്യും, ക്ലോസിങ്ങുകളൊക്കെ റെക്കോർഡും ചെയ്യും. മേക്ക് എ ക്ലാരിറ്റി. ഓപ്പണിംഗ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്ത് ഇക്കൊല്ലത്ത് വന്ന്, ക്ലോസിംഗ് പറഞ്ഞാൽ ഈ വർഷത്തിന് അടുത്ത കൊല്ലത്തേക്ക് പോകണം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസ് പറഞ്ഞാൽ ലാബിലിറ്റിയാണ്. അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റുമാണ്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വാ. നമ്മൾ ആദ്യം ജേണൽ എൻട്രി. ആദ്യം നമുക്ക് 84,000 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടി അല്ലേ? ടോട്ടൽ 84,000 കിട്ടിയില്ലേ? കിട്ടുമ്പോൾ എന്താ ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു സബ്സ്ക്രിപ്ഷൻ. എടാ ബാങ്ക് പറഞ്ഞ അസറ്റ് കൂടി, സബ്സ്ക്രിപ്ഷൻ പറഞ്ഞാൽ ഇൻകം കൂടി. റെഡി അല്ലേ? ഇതിനകത്തേ കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് 3,200. എടാ കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് കഴിഞ്ഞ കൊല്ലം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? എടാ ഇല്ലേ? റെസ്പോണ്ട് ചെയ്യും. കഴിഞ്ഞ കൊല്ലം റെക്കോർഡ് ചെയ്തപ്പോൾ എന്തായാലും കഴിഞ്ഞ കൊല്ലം റെക്കോർഡ് ചെയ്തപ്പോഴേ നമുക്ക് സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അസറ്റാണോ ലാബിലിറ്റി ആണോ? അസറ്റാണോ ലാബിലിറ്റി ആണോ? അസറ്റ്. ഡെബിറ്റ് ചെയ്തോ ക്രെഡിറ്റ് ചെയ്തോ? ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അതിപ്പോൾ കിട്ടിയില്ലേ? കിട്ടി. അത് ഏതിനകത്തുണ്ട്? സബ്സ്ക്രിപ്ഷനകത്തുണ്ട്. അപ്പോൾ ആ ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ സബ്സ്ക്രിപ്ഷനുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യാൻ എൻട്രി പറ? ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഡെബിറ്റ് അല്ലേ? ക്രെഡിറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യുക? എടാ അത് കിട്ടി, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. അതിപ്പോൾ എവിടെ ഉണ്ട്? നിങ്ങളെ സബ്സ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ ഓൾറെഡി ക്രെഡിറ്റ് ആയി പോയിട്ടുണ്ട്. ക്യാൻസൽ ആക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ എൻട്രി എന്താ വരിക? സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് അറ്റർ ടു ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ. ഇനി അടുത്തത്, ഈ വർഷം നമുക്ക് കിട്ടിയ സബ്സ്ക്രിപ്ഷനിൽ എത്ര രൂപ? എടാ ഈ വർഷം നമുക്ക് കിട്ടിയ സബ്സ്ക്രിപ്ഷനിൽ എത്ര രൂപ? പിന്നെ 2023 24 ഒരു 1,200 കിട്ടിയില്ലേ? ഇത് നമ്മൾ പറയുന്ന പേരാണ് എന്താ അറിയോ? ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ കിട്ടിയ സബ്സ്ക്രിപ്ഷനകത്ത് അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ് 1,200. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസ് ആണ് നമുക്ക് അസറ്റ് ആണോ ലാബിലിറ്റി ആണോ? ലാബിലിറ്റി. അപ്പോൾ എന്താ എൻട്രി പാസ് ചെയ്യുക? പറഞ്ഞു നോക്കിയേ. സബ്സ്ക്രിപ്ഷൻ കിട്ടിയതിൽ അഡ്വാൻസ് ഉണ്ട്. അപ്പോൾ അഡ്വാൻസ് ആണ് ലാബിലിറ്റിയാണ്. ലാബിലിറ്റി ആകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി പറഞ്ഞു നോക്കിയേ. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് അറ്റർ ടു ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എന്താ പറയുക? സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് അറ്റർ ടു ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്തത് പിന്നെ മറ്റേ ഈ വർഷം നമുക്ക് ഇനിയും സബ്സ്ക്രിപ്ഷൻ എത്ര കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞത്? 2023 6,000. എടാ 6,000 അല്ലേ? അപ്പോൾ 6,000 കിട്ടാനുണ്ട് അറിയുമ്പോൾ റെക്കോർഡ് ചെയ്യാണ് ചെയ്യേണ്ടത്? ക്ലോസ് ചെയ്യാണ് ചെയ്യേണ്ടത്? ഈ വർഷം ഇനി കിട്ടാണ്ട് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താ എൻട്രി ചെയ്താൽ നോക്കിയേ?
ഇവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താ എൻട്രി ആണ് നോക്കിയേ, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ അസറ്റ് ആണ് അല്ലേ. അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് അറ്റർ ടു സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഇതേതാ, ഇത് സബ്സ്ക്രിപ്ഷൻ, ഇത് ക്രെഡിറ്റും ഡെബിറ്റും നമ്മളിവിടെ വരും. ഇത് ബാങ്കിൽ വന്ന പൈസ, ഇത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, ഇത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, ഇത് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസ്. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ എങ്ങോട്ട് മാറ്റണം, ഇൻകം ബാലൻസിലേക്ക് ക്ലോസ് ചെയ്യണം. എടാ സബ്സ്ക്രിപ്ഷൻ ഈസ് ആൻ ഇൻകം, അത് ഇൻകം ബാലൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ജേർണൽ വരിക, സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഏത് സൈഡിലേക്ക് പോകേണ്ട സാധനമാണ്, ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടായിട്ടാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, മറ്റേ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി പറഞ്ഞു നോക്കിയേ, സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് അറ്റർ ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ക്രെഡിറ്റുള്ള സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് ചെയ്യണം, INDക്ക് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനിൽ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ സബ്സ്ക്രിപ്ഷനിൽ അറിഞ്ഞിരിക്കണം. സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാം, ഇതോ അറിയില്ല, അറിയണം. ആകെ ഇത് നിങ്ങൾ ഈ ചാർട്ട് മാത്രം മനസ്സിലാക്കേണ്ടത്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും. കഴിഞ്ഞ കൊല്ലത്ത് നിക്കോലേക്ക് വന്നവർ ആൾക്കാരൊക്കെ ആരാണ്, ഓപ്പണിംഗ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്, റിസീവ്ഡ് അഡ്വാൻസ് പറഞ്ഞാലോ ലാബിലിറ്റി. ഇക്കൊല്ലം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അടുത്ത കൊല്ലത്തേക്ക് പറഞ്ഞയക്കുന്നൊക്കെ ആരാണ്, ക്ലോസിംഗ് ആണ്. എടാ മനസ്സിലാവുന്നുണ്ടോ, ഹലോ, ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾ എക്സാം എന്താണ്, എടാ ഓക്കെ ആണോ, ഇത് ക്ലിയർ ആണോ? എന്നാൽ കം ടു ദീസ് എക്സാമ്പിൾ, റീഡ് ദീസ് എക്സാമ്പിൾ. എക്സാമ്പിൾ നമ്പർ 4, ഒരു മിനിറ്റ്. ഇത് ലാസ്റ്റ് എക്സാമ്പിൾ ആട്ടോ, ഇതിൽ പിടിക്കണം. റീഡ് 4. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്താൽ കേട്ടോ. എന്തായി? കിട്ടിയോ?
ഇതെല്ലാം ആപ്പിൽ സ്റ്റഡി മെറ്റീരിയൽ സെക്ഷനിൽ കേട്ടോ. അതെല്ലാം നോക്കിയാലോ? എടാ നോക്കിയല്ലേ? സബ്സ്ക്രിപ്ഷൻ നോക്കിയടാ. ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിസൺ കെയർഫുള്ളി. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2022 9 lakh അല്ലേ? ഇറ്റ് ഇൻക്ലൂഡ്സ് 40,000 ഫോർ 2021. അപ്പോൾ നമ്മൾ 2022 9 lakh ആണെങ്കിൽ 40,000 2021 ആണെങ്കിൽ അത് ഈ വർഷത്തെ അല്ലല്ലോ. അപ്പോൾ അത് ആടെ ലെസ് ചെയ്യണ്ടേ? ലെസ് ചെയ്യണം. 31st ഡിസംബറിന് നമുക്ക് ഇനിയും കിട്ടാനില്ല എത്ര ഉണ്ട്? ഒരു 30,000 ഉണ്ട്. അത് നമ്മൾ ആഡ് ആണോ ലെസ് ആണോ? ആഡ് ചെയ്യണം. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻക്ലൂഡ്സ് അഡ്വാൻസ് ഫോർ 2023 52,000. നമ്മൾ 2023 നമുക്ക് 52,000 കിട്ടിയിട്ടുണ്ട്. അത് ഈ വർഷത്തെ അല്ലല്ലോ. അപ്പോൾ ആടെ ലെസ് ചെയ്യണം. സൂപ്പർ. പിന്നെ നമ്മൾ ഔട്ട് ഓഫ് ദ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസ് ഡ്യൂറിങ് 2021 ഇൻക്ലൂഡ് 2021 നമുക്ക് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. അതിൽ 36,000 2022 അപ്പോൾ അത് ആഡ് ആണോ ലെസ് ആണോ? ആഡ് ആണോ ലെസ് ആണോ? ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ പ്രിപ്പയർ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു IND. അപ്പോൾ നിങ്ങൾ ഈ ആഡ് ലെസ് ചെയ്തിട്ട് എത്ര കിട്ടിയത്? 8,74,000. ഇനി ജേണൽ എൻട്രി പറയാം. ഫസ്റ്റ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടുമ്പോൾ എന്താ എൻട്രി പറഞ്ഞു നോക്കിയേ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സബ്സ്ക്രിപ്ഷൻ 9 lakh. ഓക്കെ അല്ലേ? ഫസ്റ്റ് എൻട്രി പ്രശ്നമില്ലല്ലോ. ഇനി ഇതിനകത്ത് കഴിഞ്ഞ കൊല്ലത്തേക്കുള്ള 40,000 ഉണ്ട്. അപ്പോൾ അത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ടാവില്ലേ? അതിന് അസറ്റ് ഡെബിറ്റ് അല്ലേ? അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനിലെ ക്രെഡിറ്റിൽ പോയില്ലേ? അത് ക്യാൻസൽ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ എൻട്രി പറഞ്ഞു നോക്കിയേ? സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ. സൂപ്പർ. ദെൻ അടുത്തത് നമ്മൾ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഡ്യൂ ആയിട്ട് കിട്ടാത്ത സബ്സ്ക്രിപ്ഷൻ എത്ര ഉണ്ട്? 30,000 ഉണ്ട് അല്ലേ? അപ്പോൾ അത് റെക്കോർഡിംഗ് ആണോ ക്ലോസിംഗ് ആണോ ചെയ്യേണ്ടത്? നമ്മൾ റെക്കോർഡിംഗ് ചെയ്യണം. റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ എന്താ എൻട്രി പറഞ്ഞു നോക്കിയേ? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സബ്സ്ക്രിപ്ഷൻ. അതൊരു അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് ചെയ്യണോ ഡെബിറ്റ് ചെയ്യണോ? പറയടാ. ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. ദെൻ ഇനി കിട്ടിയ സബ്സ്ക്രിപ്ഷനിൽ 2021 നമുക്ക് ഓൾറെഡി 2022 കിട്ടിയ ഒരു 36,000 ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലത്തെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിന് അഡ്വാൻസ് ആണ്. കഴിഞ്ഞ കൊല്ലം അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ വർഷത്തിലോട്ട് വരുമ്പോൾ അതിന് നമ്മൾ ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിന് അഡ്വാൻസ് എന്ന് പറയും. ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിന് അഡ്വാൻസ് ആണ് നമ്മുടെ ഒരു ലാബിലിറ്റിയാണ്. അത് നമ്മൾ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനിലോട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താ? ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിന് അഡ്വാൻസ്. ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ സബ്സ്ക്രിപ്ഷനെ കൂട്ടുന്ന സാധനങ്ങളൊക്കെ ക്രെഡിറ്റിൽ വരും, കുറക്കുന്ന സാധനങ്ങളൊക്കെ ഡെബിറ്റ് വരും. ബാലൻസ് നമ്മൾ എങ്ങോട്ട് ക്ലോസ് ചെയ്യുക? IND ക്ലോസ് ചെയ്യുക. IND ക്ലോസ് ചെയ്യുന്ന ജേണൽ എൻട്രി പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് മോനെ? ഏതാണ് കൂട്ടുന്ന സബ്സ്ക്രിപ്ഷൻ? ഇങ്കല്ലേ? സബ്സ്ക്രിപ്ഷനെ കൂട്ടുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതാ? ക്രെഡിറ്റ്. ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? സിമ്പിൾ തിങ്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ആകെ ചില ആൾക്കാരുണ്ട്, ഓൾക്ക് പ്ലസ് മൈനസ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഓൾക്ക് പ്ലസ് മൈനസ് നിങ്ങൾക്ക് അറിയാലോ. സബ്സ്ക്രിപ്ഷൻ ഇങ്കല്ലേ? അപ്പോൾ ഇങ്കം എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. പിന്നെ പ്ലസ് ചെയ്യുന്നൊക്കെ ക്രെഡിറ്റ് ചെയ്യുക, മൈനസ് ചെയ്യുന്നൊക്കെ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇങ്ങനെയൊന്നും പഠിക്കരുത്. ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ടും മനസ്സിലാവാത്ത മറ്റേ പൂർ ഫെലോസ് ഇതിങ്ങനെയെങ്കിലും പഠിക്കുക കേട്ടോ. യെസ്. ഇനി നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ വന്നിട്ട് നിങ്ങൾ എക്സാമിന് എഴുതില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എക്സാം പൊട്ടും. ഹാപ്പി? എക്സാമിന് തെളിഞ്ഞില്ലാന്നോ? ഏത് എക്സാമിന്? അതോ എടാ അങ്ങനെയല്ല. എന്നോട് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മാത്രമേ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് മൈനസ് ചെയ്യാം. നിങ്ങൾക്ക് പ്ലസ് മൈനസ് ചെയ്യാം. അതിന് വർക്കിങ്ങോട്ട് ഹെഡിങ് കൊടുക്കണം. സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു IND ഹെഡിങ് കൊടുത്തിട്ട് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആഡ് ലെസ് അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു IND. അല്ലാതെ വെറുതെ ഇങ്ങനെ മറ്റേ പലചരക്കടയിൽ സാധനം വാങ്ങിയിട്ട് കൂട്ടിയിട്ട് മാറിയിടരുത്. അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആഡ്, ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസ് ലെസ്, ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസ് ആഡ്, ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ലെസ്. അങ്ങനെ എഴുതി വെക്കണം. ഇപ്പം ഞാൻ എഴുതിയിട്ടില്ലേ ഡിസ്ക്രിപ്ഷൻ? അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് മൈനസ് ചെയ്തോ. പിന്നെ ഒരു കാര്യം, പിന്നെ ഇത് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഉണ്ടാക്കാനും
ജേണൽ ഉണ്ടാക്കാനും പറഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് യു ഹാവ് ദ മെത്തേഡ്സ്, നിങ്ങൾക്ക് എന്തും ചെയ്യാം കേട്ടോ. എടാ അത് ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? അപ്പോൾ ഇതൊന്ന് നോക്കിക്കുക, ലാസ്റ്റ് എക്സാമ്പിൾ. ദിസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു സബ്സ്ക്രിപ്ഷൻ ബട്ട് ദിസ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഒന്ന് കണ്ടേ, നോക്ക് 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 നോക്ക്. എക്സാമ്പിൾ 5. നോക്കിയടാ, ടോട്ടൽ റെൻറ്റ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2022 46,000. 46,000 നമ്മൾ റെൻറ്റ് കൊടുത്തത്. ഈ 46,000 കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ് എത്ര ഉണ്ട്? 2,400. ടോട്ടൽ റെൻറ്റ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 46,000. ഇതിനകത്ത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എത്ര? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എത്ര ഉണ്ട്? 2,400. അതിനർത്ഥം എന്താ? ഇത് അതിനകത്ത് ഉണ്ടാവുന്നല്ലേ. അപ്പോൾ നമ്മൾ റെൻറ്റ് പെയ്ഡ് ആണോ റെൻറ്റ് അക്രൂഡ് ആണോ നമ്മൾ IR കാണിക്കണ്ടേ? അക്രൂഡ്. അല്ല, ഈ റെൻറ്റ് ഇവിടെ ഇൻകമാണോ എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞേ. ഈ റെൻറ്റ് ഇവിടെ ഇൻകമാണോ എക്സ്പെൻസ് ആണോ? എക്സ്പെൻസ്. എടാ ഈ റെൻറ്റ് ഇവിടെ എന്താണ്? എക്സ്പെൻസ് ആണ്. ഐ റിപ്പീറ്റ്, എടാ ഇവിടെ റെൻറ്റ് എന്താണ്? എക്സ്പെൻസ് ആണ്. എടാ ഇവിടെ റെൻറ്റ് എക്സ്പെൻസ് ആണ്, മനസ്സിലാക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ റെൻറ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ പറയണ മക്കളെ 46,000 ആണ് എന്ത്? ടോട്ടൽ റെൻറ്റ് പെയ്ഡ്. അതിനകത്ത് 2,400 കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണോ? അല്ല. അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? എടാ അങ്ങനെയല്ല, ലെസ് ചെയ്യണം അല്ലേ. ഇനി ഈ വർഷ അവസാനത്തിൽ ഇനിയും കൊടുക്കാമല്ല 3,600 ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. ഇനിയും കൊടുക്കാമല്ല 3,600 ഉണ്ട്. അത് 46,000-നകത്തില്ലല്ലോ. അപ്പോൾ ആഡ് ആണോ ലെസ് ആണോ? ആഡ് ചെയ്യണം. എടാ നമ്മൾ ആഡ് ചെയ്യണം. ഇനി പ്രീപെയ്ഡ് റെൻറ്റ് കഴിഞ്ഞ കൊല്ലം ഈ വർഷത്തേക്കിന് വേണ്ടി നമ്മൾ നേരത്തെ അടിച്ചിട്ടുണ്ട് 800. അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലത്തെ റെൻ്റ് അല്ല, ഈ വർഷത്തെ റെൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ആഡ് ആ ലെസ്സാ? ആഡ് ചെയ്യണം. ഈ വർഷം കൊടുത്തിയിൽ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട് എത്ര? 1,200. അടുത്ത കൊല്ലത്തേക്ക് കൊടുത്തിട്ടുണ്ട് 1,200. അപ്പോൾ ആഡ് ആ ലെസ്സാ? ലെസ്. എന്നാൽ അങ്ങോട്ടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതിൻ്റെ ജേണലും റെൻ്റ് അക്കൗണ്ടൊന്നും ഉണ്ടാക്കി ചെയ്യും. പിന്നെ ഇത് ഇത്രേ ഉള്ളൂ. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് പറഞ്ഞാൽ എന്താ? അസറ്റ് ലയബിലിറ്റിയാ? ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് അസറ്റ് ലയബിലിറ്റി. വേം പറ. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? ലയബിലിറ്റി. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ലയബിലിറ്റി. ജേണൽ എൻട്രിയും വേണം, റെൻ്റ് അക്കൗണ്ടും വേണം. പിന്നെ പ്രീപെയ്ഡ് റെൻറ്റോ? എടാ പ്രീപെയ്ഡ് റെൻറ്റ് ഏതാ? അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? അസറ്റ്. സൂപ്പർ. പിന്നെ ഇയർ ബിഗിനിങ്ങിലുള്ള സാധനം ഓപ്പണിങ്, ഇയർ എൻഡിലുള്ള സാധനം ക്ലോസിങ്. ചെയ്തേ. ഐ ഗിവ് യു 5 minutes ടൈം. ഓൺലി പീപ്പിൾ പെട്ടെന്ന് കേട്ടോ.
കഴിഞ്ഞടാ. എടാ എങ്ങനെ വരിക നോക്കിയടാ. ജേണൽ എൻട്രി വരുമ്പോഴേ നോക്കിട്ടോ, ജേണൽ എൻട്രി വരുമ്പോൾ ആദ്യം നമ്മൾ റെൻ്റ് കൊടുത്തു. റെൻ്റ് കൊടുക്കുമ്പോൾ എന്താ എൻട്രി? റെൻ്റ് ആണ് എക്സ്പെൻസ് കൂടി, ബാങ്കിൽ നിന്ന് പൈസ കുറഞ്ഞു. റെൻ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. ശരിയല്ലേ? ഇനി അതിൽ ഓപ്പണിംഗ് എന്തുണ്ട്? അല്ല, ഓപ്പണിംഗ് പ്രീപെയ്ഡ് റെൻ്റ് ഉണ്ട്. ഈ ഓപ്പണിംഗ് പ്രീപെയ്ഡ് റെൻ്റ് അസറ്റ് അല്ലേ, അത് ഈ വർഷത്തെ റെൻറ്റിലോട്ട് എന്ത് ചെയ്യണം? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലത്തേക്ക് നമ്മൾ റെൻ്റ് കൊടുത്തു കഴിഞ്ഞാലേ, എടാ കഴിഞ്ഞ വർഷം ഈ വർഷത്തേക്ക് നമ്മൾ റെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ അസറ്റാണ്. കഴിഞ്ഞ കൊല്ലത്തെ അസറ്റാണ്, ഈ വർഷം അസറ്റായിട്ട് വന്നു. പക്ഷേ നമ്മൾ ഈ വർഷത്തെ എന്തിലോട് അഡ്ജസ്റ്റ് ചെയ്യണം? റെൻറ്റിലോട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താ ജേണൽ എൻട്രി പാസ് ചെയ്യുക? പറഞ്ഞു നോക്കിയേ. എടാ വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി? പറഞ്ഞു നോക്കിയേ. പ്രീപെയ്ഡ് റെൻ്റ് പറഞ്ഞ അസറ്റ് കുറയും, അത് ഈ വർഷത്തെ റെൻ്റാണ്. ഈ വർഷത്തെ റെൻ്റ് പറഞ്ഞ എക്സ്പെൻസ് കൂടും. അപ്പോൾ എൻട്രി എന്താ? റെൻ്റ് പറഞ്ഞ എക്സ്പെൻസ് കൂടി അക്കൗണ്ട് അറ്റർ ടു ഓപ്പണിംഗ് പ്രീപെയ്ഡ് പറഞ്ഞ അസറ്റ് കുറഞ്ഞു. ഓക്കെ, അടുത്തത് ക്യാൻസലേഷൻ ഓഫ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്. എടാ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് പറഞ്ഞാൽ കൊടുക്കാനുള്ള റെൻ്റ് അല്ലേ, അത് നമ്മുടെ ലാബിലിറ്റി അല്ലേ. അപ്പോൾ ആ ലാബിലിറ്റി നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ കൊടുത്ത റെൻറ്റിലുണ്ട്. അപ്പോൾ ആ ലാബിലിറ്റി ക്യാൻസലായി, അത് റെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? കുറക്കും ചെയ്യണം. ലാബിലിറ്റി ക്യാൻസലായി, അത് റെൻറ്റിൽ നിന്ന് നമ്മൾ കുറക്കും ചെയ്യണം. അപ്പോൾ റെൻറ്റിൽ നിന്ന് കുറക്കുന്ന സമയത്ത് ഈ ലാബിലിറ്റി ക്യാൻസലായി റെൻറ്റിൽ നിന്ന് കുറക്കുമ്പോൾ എന്താ ജേണൽ എൻട്രി? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് പറഞ്ഞാൽ ലാബിലിറ്റി ഇല്ലാണ്ടാവുമ്പോൾ ഡെബിറ്റ്, റെൻറ്റ് പറഞ്ഞാൽ എക്സ്പെൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കുറയുമ്പോൾ ക്രെഡിറ്റ്. ഇനി ക്ലോസിംഗ് പ്രീപെയ്ഡ് റെൻറ്റ്, ഈ വർഷം നമ്മൾ കൊടുത്ത റെൻറ്റിൽ അടുത്ത കൊല്ലത്തേക്ക് പ്രീപെയ്ഡ് ഉണ്ട് 1200. അപ്പോൾ പ്രീപെയ്ഡിൻ്റെ ജേണൽ എൻട്രി നിങ്ങൾക്ക് അറിയാം, പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു എക്സ്പെൻസ് അല്ലേ. അതേപോലെ ക്ലോസിംഗ് പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു റെൻറ്റ്. എടാ ക്ലോസിംഗ് പ്രീപെയ്ഡ് റെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു റെൻറ്റ്. ഓക്കെ, ദെൻ പിന്നെ നെക്സ്റ്റ് വൺ എന്താ? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, ഇനിയും നമ്മൾ കൊടുക്കാത്ത റെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. എടാ റെക്കോർഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താ ജേണൽ എൻട്രി വരിക? പറഞ്ഞു നോക്കിയേ. ജേണൽ എൻട്രി എന്താ വരിക? റെൻ്റ് അക്കൗണ്ട് അറ്റർ ടു ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്. റെൻ്റ് അക്കൗണ്ട് ടു ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്. എടാ ഓക്കെ ആണോ? ഏത് മാറ്റുക? ഓർഡർ ഒന്നും ഈ ഒരു കുഴപ്പമില്ല, എൻട്രി മാറരുത് കേട്ടോ. അപ്പോൾ നമുക്കേ ലെറ്റ്സ് മൂവ് ടു പ്രോബ്ലംസ്. ടേക്ക് ദ വർക്ക് ബുക്ക്.